ശ്രീ ബിനുകുമാറാണ്, ചടയമംഗലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബിനുകുമാർ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ നമ്മുടെ ഈ സംവിധാനത്തിൽ 5 ദിവസം പ്രവൃത്തി ദിവസം സർക്കാർ സംവിധാനത്തിലാക്കിയാൽ അത് ടോട്ടൽ സംസ്ഥാനത്തിനും ജനത്തിനുമൊക്കെ എങ്ങനെയാണ് ഗുണം ചെയ്യുന്നത്? സാറേ, ഞാൻ 2024 ഏപ്രിലിൽ ഞാൻ തിരുവനന്തപുരം MG കോളേജിൽ നിന്ന് റിട്ടയർഡായ ഒരു സൂപ്രണ്ടാണ്. ശരി. അതായത് ഞാൻ എൻ്റെ സർവീസ്, എനിക്ക് 32 വർഷം സർവീസ് കിട്ടി. ഈ സർവീസിന്റെ കാലയളവിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിലവിലെ സ്ഥിതി തുടർന്നാലും നമുക്ക് പ്രവൃത്തി ദിവസം 5 ദിവസം ആക്കിയാലും ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ഓരോ ഓഫീസുകളിലും ജോലി ചെയ്യുന്ന ഒരു 35-40% മനുഷ്യരുണ്ട്. അവർക്ക് പെൻഡിങ് വർക്കില്ല. അവർ കൃത്യമായിട്ട് വർക്കുകൾ ചെയ്താണ് പോകുന്നത്. അതേസമയം തന്നെ ഏകദേശം 50% സാറിന് ഒരു പക്ഷേ അത്ഭുതം തോന്നും, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നുണ്ട്, ഞാൻ പറയണം, 50% നല്ല രീതിയിൽ ഉഴപ്പി ഒരു ജോലിയും ചെയ്യാതെ സുപ്പീരിയർ ഓഫീസർമാരെ സ്വാധീനിച്ച് അവർക്ക് കൈമുടക്കും, അവർക്ക് വേണ്ടുന്നതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവർക്കുള്ള പ്രീതി സമ്പാദിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഈ പൈസ സർക്കാർ കൊടുക്കുന്ന ഈ പൈസ മേടിച്ച് ചുമ്മാ ചെലവഴിച്ച് ജീവിതം പോകുന്ന ഒരുപാട് എംപ്ലോയി ഉണ്ട്. അതുകൊണ്ട് 5 ദിവസം ആക്കിയാലും പഴയതുപോലെ ശനിയാഴ്ച കൂട്ടിയാലും നമ്മൾ മൊത്തത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വർക്കുകൾ ഓരോ ഓഫീസിലും ഓരോ ജീവനക്കാരും ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഒരു 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 പ്രത്യേക ഒരു സംവിധാനം വേണം. അല്ലെങ്കിൽ നാവെല്ലാ കളരി പോലെ ആയിപ്പോവും. അതുപോലെ തന്നെ അനധ്യാപകർക്ക് 20 കാഷൻ ലീവും അധ്യാപകർക്ക് 15 കാഷൻ ലീവാണ് നിലവിലുള്ളത്. അധ്യാപകർക്ക് 15 കാഷൻ ലീവ് കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ശനിയാഴ്ച ഞായറാഴ്ച ഇപ്പം തന്നെ അധ്യാപക ജീവനക്കാർക്ക് ആനുകൂല്യമുണ്ട്, വീട്ടിലിരുന്നാൽ മതി. അതേസമയം അനധ്യാപകർക്ക് ശനിയാഴ്ച കൂടിയുണ്ട്. അപ്പോൾ 5 ദിവസം ആക്കുമ്പോൾ ഈ അധ്യാപകർക്കും അനധ്യാപക ജീവനക്കാർക്കും ഒരേപോലെ കാഷൻ ലീവ് 15 ആക്കണം. ഇപ്പൊ നിലവിൽ അനധ്യാപകർക്ക് 20 ആണ്. അക്കാര്യത്തിലൊന്നും തീരുമാനമായില്ല ശ്രീ ബിനുകുമാർ. അതുപോലെ തന്നെ കാഷൻ ലീവ് കൂട്ടത്തോടെ ഇപ്പൊ എടുത്ത് തീർക്കാവുന്ന ഒരു സംവിധാനമുണ്ട്. പക്ഷെ അതിനൊരു നിയമം, ഒരു ഓർഡറും ഗവൺമെന്റിന് വരണം. മാസത്തിൽ 2 കാഷൻ ലീവ് കൂടുതൽ എടുക്കാൻ ഒക്കില്ല എന്നും കൂടെ വരണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വർക്കൊന്നും അത് തന്നെയാണ് ഇത് പറഞ്ഞപ്പോൾ ശ്രീ ബിനുകുമാർ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഒരു സമൂഹ മാധ്യമത്തിലടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നത്, പലരും ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്, ആഴ്ചയിൽ 2 ദിവസം അടുപ്പിച്ച് അവധി വന്നാൽ, തിങ്കൾ ചൊവ്വായോ അല്ലെങ്കിൽ വ്യാഴോ വെള്ളിയോ വല്ലോ അവധി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് ദിവസവും 2 ദിവസം അടുപ്പിച്ച് അവധി വന്നാലും മറ്റ് 3 ദിവസങ്ങൾ അവധി എടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് 9 ദിവസം അവധി കിട്ടുകയാണ്. അങ്ങനത്തെ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ അങ്ങനെ അവധി എടുക്കരുത് എന്നൊന്നും പറഞ്ഞ് നിയന്ത്രിക്കാൻ എല്ലാ ഓഫീസുകളിലും ഒന്നും കഴിയത്തുമില്ല. അത് മാത്രമല്ല സാറേ, ചുമന്ന അക്കങ്ങൾ നിരന്ന് വന്നു കഴിഞ്ഞാൽ ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ആ ആഴ്ചയിൽ 7 ദിവസത്തിൽ 4 ദിവസം വിട്ടിരിക്കാം. അതെ, 7 ദിവസമല്ല, മറ്റേ ഞാൻ ചൂണ്ടിക്കാണിച്ചത് 9 ദിവസം അടുപ്പിച്ച് വീട്ടിലിരിക്കാൻ 3 ദിവസം അവധി എടുത്താൽ എന്നുള്ളതാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരും. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട, അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞാണ്, പണിയെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് 5 ആയാലും 6 ആയാലും അവർ പണിയെടുക്കും, പണിയെടുക്കാത്ത ആളുകളെ സംബന്ധിച്ച് 5 ആയാലും 6 ആയാലും അവർ പണിയെടുക്കില്ല. ആ പണിയെടുക്കാത്തവരെയും പണിയെടുപ്പിക്കാനുള്ള സംവിധാനമാണ്, അല്ലെങ്കിൽ കൃത്യമായി പണിയെടുക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള സംവിധാനമാണ് നോക്കേണ്ടത്. വളരെ വാലിഡായ ഒരു പോയിന്റായി തന്നെയാണ് തോന്നിയത്. ശ്രീ ചന്ദ്രനാണ് കോഴിക്കോട് നിന്നും. ശ്രീ ചന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ ഇതുവരെ പൊതുജനങ്ങളോട് ചെയ്യുന്ന ഒരു ദ്രോഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണത്? പറഞ്ഞോളൂ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നും ഓഫീസിൽ പോയാളാണ്. ഏത് ഓഫീസിലാണ് പോയത്? പേരെടുത്ത് പറയുന്നില്ല, കാരണം എന്റെ നാട്ടിലുള്ള ഓഫീസാണ്. ഞാൻ ഓഫീസിൽ 10:15 എത്തി. 10 മണിക്ക് എത്തുന്ന ദിവസം വരാം. അപ്പൊ ഞാനൊരു കാര്യത്തിൽ ചെന്നപ്പോൾ പറഞ്ഞ് ഒരു 10 മിനിറ്റ് എനിക്ക് ആ സെക്ഷനിൽ ആൾ വന്നില്ല. അങ്ങനെ എന്റെ കാര്യം നടന്നു. പക്ഷെ ഇതെന്താന്ന് പറഞ്ഞാൽ, ആഴ്ചയിൽ 5 ദിവസം ആകുമ്പോൾ എത്ര മണിക്കാണ് അവരെത്തിയത്? 10 ആകുമ്പോഴത്തേക്കും 10 മണിക്ക് എത്തേണ്ട ഓഫീസാണ്. അപ്പോ അത് തന്നെയല്ല, 5 ദിവസം ആക്കുന്ന ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ. താങ്കളെ കാര്യം നടന്നുകൊണ്ടാണോ ഏത് ഓഫീസാണെന്ന് തുറന്നു പറയാത്തത്? അല്ല, അതുകൊണ്ടല്ല. എന്റെ ഒരു പേഴ്സണൽ ബൈലുള്ള ആളാണുണ്ടാവുകൊണ്ട് ഞാൻ പറയാതിരിക്കാം. ശരി, ഇങ്ങനെ നമ്മളെല്ലാവരും പേഴ്സണൽ ആയിട്ടുള്ള ആളുകളുടെ കാര്യം പറയാതിരുന്നാൽ ഇങ്ങനെയൊക്കെ നടക്കും. അതാണ്, അത് പിന്നെ ഓടാണ്. പിന്നെ തന്നെയല്ല, ഈ 5 ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു കുടുംബത്തോടു കൂടി കഴിയാന്ന് പറഞ്ഞാൽ 52 ഞായറാഴ്ച ലീവ് വരുന്നത്, 52 ശനിയാഴ്ച ലീവ് വരുന്നത്, പിന്നെ 26 ചോറിനത്തോടെ ലീവ് വരുന്നത്, പിന്നെ 20 ക്യാഷ് ലീവ് വരുന്നത്, ഹെഡ് ലീവ് വരുന്നത്, ഹാഫ് ലീവ് വരുന്നത്. ഇത് മൊത്തം കഴിഞ്ഞാൽ അത്ര ഈ ദിവസങ്ങളിലൊക്കെ കുടുംബത്തോട് കൂടെ കഴിയേണ്ട ആളുകൾ തന്നെയാണ്. മറ്റുള്ളവർ ഒരു സേനയിലുള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഒന്നും പറയുകയല്ല, അവർക്കൊക്കെ ലീവ് വളരെ കുറവാണ്. അതുകൊണ്ട് ഇത് വളരെ ദ്രോഹമാണ്. ഈ സേനയിൽ, പോലീസ് സേന, ഈ എക്സൈസ് അങ്ങനത്തെ വിഭാഗങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ലീവുകളൊന്നും ഫുള്ളായിട്ട് കിട്ടൂല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.